ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ബാറിലുള്ളവൾ ഹലാറൊന്നും വെക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കേട്ടിട്ടാണ് ഓരോരുത്തർ നീക്കണത്. നമ്മളെ റൂം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ സേഫ്റ്റിയിലാണെന്നൊക്കെ പറയാം. പക്ഷേ ഇവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നാട്ടിലുള്ള എന്തായാലും പേടിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ലീവ് ആയതുകൊണ്ട് നമുക്ക് ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനം എടുത്ത് പോരാണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിൽ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ആ സൂക്കിലൊന്നും ഒരു മനുഷ്യനില്ല. അല്ലെ ഇവിടെയൊക്കെ എന്തോരം തിരക്ക് വരണ്ടേ. അതൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഷോപ്പിൽ പോയി റിട്ടേൺ വരുമ്പോൾ അവിടെ കാണാത്ത ആൾക്കാരൊക്കെ ഈ റോട്ടുമ്പോൾ കൂടെ ഇതിലാണ്. ചെക്കന്മാർക്കൊന്നും ഒരു പേടിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ നാട് നമുക്ക് തരുന്നൊരു സേഫ്റ്റി ഉണ്ട്. അതിന് നമ്മൾ ഓക്കെയാണ്. എന്തൊക്കെ വിചാരിച്ചാലും നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മേലെ പോക്കിയിട്ട് നടക്കും. അതൊക്കെ പറഞ്ഞാണ് നമ്മൾ റൂമിൽ പോയി കുളിച്ച് മാറ്റി പോകുന്നത്. ഇന്ന് ഏതായാലും ലീവല്ലേ. ഇന്ന് ഏതായാലും പുറത്തുനിന്ന് നോമ്പറക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ നേരെ കോഴിക്കോട്. അപ്പോൾ നോമ്പറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ചെക്കൻ പറഞ്ഞു ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്ക് ഷോപ്പ് വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. ഓൻ്റെ കൂടെ ഓൻ്റെ വണ്ടിയിൽ ഷോപ്പ് വരെ ഒന്ന് പോയപ്പോൾ നമുക്ക് കിട്ടിയ പണിയാണ് ഇപ്പോൾ എന്താണ് എന്താണ് വേണ്ടി കഴിച്ചിട്ട് എന്താണ് നെയ്ച്ചോറും കോഴിപ്പേര് എന്തായാലും സിതാ വാങ്ങി തരും. തീർച്ചയായിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ചെക്കനും വിചാരിച്ചു നെയ്ച്ചോറും പീസും കിട്ടുന്നു. പക്ഷേ അത് വെറുതെ പറ്റിക്കലായിരുന്നു. ചെക്കൻ 2 മുട്ടായി നിന്നാണ് ഞങ്ങൾ രണ്ടാളും ഒതുക്കി. അപ്പോൾ അന്ന് തന്നെ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും സിതാനും കൂടി ആ ഷോപ്പ് പോയിട്ട് അവിടുത്തെ പരിപാടിയും കഴിഞ്ഞാണ്ട് ഞങ്ങൾ നേരെ വിട്ട് ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിയും കഴിഞ്ഞാണ്ട് ഞങ്ങൾ നേരെ തെറിച്ചു. അപ്പോൾ ഓക്കെ എന്നാൽ ഒന്ന് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നാളെയും കൂടി കാണാം. ശുക്രാൻ.